ശ്രീ ഡോക്ടർ നടക്കൽ ശശി, വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റാണ്. ഞാൻ ബേബി മാത്യു, വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ പ്രസിഡന്റാണ്. ഈ പത്രസമ്മേളനം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എല്ലാ 2 വർഷത്തിലും ഒരിക്കലാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ കോൺഫറൻസ്, ബൈനൽ കോൺഫറൻസ് നടക്കുന്നത്. ഈ വർഷം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 30ാമത്തെ വർഷമാണ്. അപ്പൊ ഈ 30ാമത്തെ വർഷത്തിന്റെ ആഘോഷവും ബൈനൽ കോൺഫറൻസും ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബൈനൽ കോൺഫറൻസ് നടക്കുന്നത് അസർബൈജാനിലെ ബാക്കുവിൽ വെച്ചാണ്. അത് നടക്കുന്നത് ജൂൺ 27 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ്. 1995 സ്ഥാപിതമായ പ്രസ്ഥാനമാണ് വേൾഡ് മലയാളി കൗൺസിൽ. അന്തരിച്ച മുൻ ചീഫ് കമ്മീഷണറായിരുന്ന ബഹുമാനപ്പെട്ട TN ശേഷൻ ചെയർമാനായും കെൽട്രോണിന്റെ സ്ഥാപകനായിരുന്ന ശ്രീ KPP നമ്പ്യാർ പ്രസിഡന്റായും തുടങ്ങിയ 30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വേൾഡ് മലയാളികളുടെ അസോസിയേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ. അതിപ്പോൾ ഒത്തിരി രാജ്യങ്ങളിൽ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നു. അതിന്റെ വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ജോണി കുരുവിള നിങ്ങളോട് പറയുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിൽ സംഘടന 6 ഭൂഖണ്ഡങ്ങളിലായിട്ട് 52 പ്രോവിൻസസുമായിട്ട് മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായിട്ട് നിലനിന്നു പോവുകയാണ്. 1995 തുടങ്ങിയതാണ്. ഡോക്ടർ ജോർജ് സുദർശന്, ബാബു പോൾ സാറ്, അംബാസഡർ TP ശ്രീനിവാസന്റെ പത്നി രേഖ ശ്രീനിവാസൻ, ഇവരൊക്കെ അതിൻ്റെ നേതൃത്വം എടുത്തിട്ടുള്ളവരാണ്. അവരുടെ പിൻഗാമികളായിട്ടാണ് ഞാനും ലഭിച്ചത്. ഐസ് കൊട്ടാണിപ്പറമ്പിലും നമ്മളുടെ കൂടെ ഉണ്ട് പ്രവർത്തനം ദില്ലീസ്. അപ്പോൾ നമ്മൾ ബക്കുവിൽ വെച്ച് നമ്മളുടെ ഗ്ലോബൽ കോൺഫറൻസ് ഒരു പ്രതിനിധി സമ്മേളനം ഏതാണ്ട് 500 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 27, 28, 29, 30 തീയതികളിലാണ്. സാംസ്കാരിക കലാരംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകമെമ്പാടും നിന്നുമുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് പ്രതിനിധി സമ്മേളനവും വനിതകളുടെയും യൂത്തിൻ്റെയും വനിതാ ഫോറത്തിൻ്റെയും യൂത്ത് ഫോറത്തിൻ്റെയും പ്രതിനിധികളും അവരുടെ നേതൃത്വത്തിൽ പല പ്രോഗ്രാംസും നടത്തുകയാണ്. നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു 100 സ്കൂളുകളിലേക്കുള്ള അവബോധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്, ലഹരിക്കെതിരെ. പിന്നീട് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും 30 വർഷത്തേക്കുള്ള, ഇപ്പം 30 വർഷം തികഞ്ഞതാണ്, അടുത്ത 30 വർഷത്തേക്കുള്ള കർമ്മപദ്ധതികൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുകയാണ്, മാസ്റ്റർ പ്ലാൻ. എല്ലാ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഭാരവാഹികൾ ഏറ്റെടുക്കുമ്പോൾ 2 കൊല്ലത്തേക്കാണ് സാധാരണ ഉള്ളപ്പം 25-27 വർഷത്തേക്കുള്ള കർമ്മപദ്ധതികൾ ബക്കുവിൽ വെച്ച് തീരുമാനിച്ചു. അവിടെ തന്നെയുള്ള സംഘടനകളുണ്ട്, മലയാളികളുടേതായ സംഘടനകളും ഇന്ത്യ മൊത്തത്തിലുള്ള സംഘടനകളും തമിഴ് സംഘടനകളും അവരെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കും അവിടെ പ്രോവിൻസ് ബക്കുവിലുണ്ട്. ഈ തീരുമാനം കഴിഞ്ഞ ജനുവരി 11 വേൾഡ് മലയാളി കൗൺസിലിന്റെ പരമോന്നത അധികാര സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ എടുത്ത തീരുമാനമാണ്. കഴിഞ്ഞ ജനുവരി 11 എടുത്ത തീരുമാനം പ്രകാരമാണ്. ഏതാണ്ട് 400 പേർ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആരുടെ അടുക്കിൽ നിന്നും പണം നമ്മൾ വാങ്ങിക്കുകയല്ല, എല്ലാവരും അവരുടെ ഓൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ വൈസ് പ്രസിഡന്റ് ബാക്കി കാര്യങ്ങൾ പറയും. പിന്നീട് കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടെ ചർച്ച ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്ലോബൽ കോൺഫറൻസ്, വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ കോൺഫറൻസ് 2 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. 95 ആരംഭിച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്നത് 14ാമത് ദ്വൈവാർഷിക സമ്മേളനമാണ്.
അപ്പോൾ ഈ കഴിഞ്ഞ ഞങ്ങളുടെ ദ്വൈവാർഷിക സമ്മേളനം ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. 2021 കോവിഡ് ആയതുകൊണ്ട് ഓൺലൈനിൽ നടത്തേണ്ടി വന്നു. 2018 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ചാണ് ഞങ്ങളുടെ സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനമുണ്ട്, ജനറൽ കൗൺസിലുണ്ട്, സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്, വനിതാ സമ്മേളനം, യുവജന സമ്മേളനം, ഇങ്ങനെ വിവിധങ്ങളായ തരത്തിൽ സമ്മേളനത്തിൽ പല സെക്ഷൻസുകളായി വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 വർഷം കൂടുമ്പോഴാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ 2025-27 ഭാരവാഹികളെ ബാക്കുവിൽ നടക്കുന്ന ജനറൽ കൗൺസിൽ യോഗം തിരഞ്ഞെടുക്കും. തുടർന്ന് അടുത്ത വർഷങ്ങളിലേക്കുള്ള പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്ന ഒരു ബിസിനസ് സെഷൻ കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബാക്കുവിൽ തന്നെ അവിടെ ഞങ്ങളുടെ പ്രോവിൻസ് ഉണ്ട്. ആ പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലുള്ള വലിയ പ്രഗത്ഭരായ മലയാളികൾ പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനമാണ്. 500 പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ 30 വർഷത്തെ ആഘോഷവും ഭാവി 1 വർഷം നീണ്ടു നിൽക്കുന്ന 30 വർഷത്തെ ആഘോഷം. 6 റീജിയനുകളാണ് വേൾഡ് മലയാളി കൗൺസിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യ റീജിയൻ ഉണ്ട്, മിഡിൽ ഈസ്റ്റ് റീജിയൻ ഉണ്ട്, അമേരിക്ക റീജിയൻ, യൂറോപ്പ് റീജിയൻ, ഫാർ ഈസ്റ്റ് റീജിയൻ, ആഫ്രിക്ക റീജിയൻ. 6 റീജിയനുകളായി ഞങ്ങളുടെ താഴെ തട്ടിലുള്ള ഘടകം എന്ന് പറയുന്നത് പ്രോവിൻസാണ്. ഈ പ്രോവിൻസ് ലെവലിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ 1 വർഷത്തേക്ക് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലഹരിക്കെതിരെ. കഴിഞ്ഞ ബൈനൽ കോൺഫറൻസിൽ ഡൽഹിയിൽ ലഹരിക്കെതിരെ പാടാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സ്ലോഗൻ ഞങ്ങൾ അവിടെ ഉയർത്തുകയുണ്ടായി. ഡൽഹിയിൽ അതനുസരിച്ച് മാരത്തോൺ വാക്ക് നടത്തി. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ 100 സ്കൂളുകൾ തിരഞ്ഞെടുത്ത് ബോധവൽക്കരണ പരിപാടികൾ കുട്ടികളിൽ ഇത് കൂടുതൽ